2 വർഷത്തെ രക്തരൂഷിതമായ യുദ്ധത്തിന് ശേഷം ഗാസയിൽ സമാധാനം പുലർന്നു. വെടിനിർത്തൽ കരാർ ഒപ്പിട്ടപ്പോൾ ലോകം മുഴുവൻ ആഹ്ലാദിക്കുകയായിരുന്നു. ട്രംപിൻ്റെ നിർദ്ദേശപ്രകാരം ഇസ്രായേലും ഹമാസും പകുതി മനസ്സോടെയാണ് കരാർ അംഗീകരിച്ചതെന്ന വിലയിരുത്തലാണ് നയതന്ത്ര വിദഗ്ധർക്കുള്ളത്. ഏറെക്കുറെ ഈ നിഗമനങ്ങൾ ശരിവയ്ക്കുന്ന നീക്കമാണ് വെടിനിർത്തലും ബന്ദി കൈമാറ്റവും നടത്തി മണിക്കൂറുകൾക്കകം ഉയർന്നു വരുന്നത്. വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിലായതിനു പിന്നാലെ ഗാസയിലെ തെരുവുകൾ സജീവമായെന്നാണ് പുതിയ വാർത്തകൾ. മേഖലയുടെ സുരക്ഷയ്ക്കായി സേനയെ വിന്യസിക്കുന്നതിനുള്ള സന്ദേശം ഹമാസ് ആഭ്യന്തര മന്ത്രാലയം കൈമാറിയതിന് പിന്നാലെ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രസ്താവനകളും പുറത്തു വന്നത് പുതിയ ആശങ്കയ്ക്കും വഴിയൊരുക്കിയിരിക്കുന്നു. ഇസ്രായേൽ സൈന്യം ഒഴിഞ്ഞതോടെ ഗാസയുടെ നിയന്ത്രണം പുനഃസ്ഥാപിക്കുന്നതിനായി ഹമാസ് സുരക്ഷാ സേനയിലെ 7000 അംഗങ്ങളെ തിരിച്ചു വിളിച്ചതായാണ് വിവരം. നേരത്തെ സായുധ സേനയിൽ പ്രവർത്തിച്ചിരുന്നവരെ 5 ഇടങ്ങളിൽ ഗവർണർമാരായി നിയമിച്ചിട്ടുണ്ട്. സേനാംഗങ്ങൾക്ക് ഫോൺ കോൾ വഴിയും SMS വഴിയുമാണ് സന്ദേശം ലഭിച്ചത്. 24 മണിക്കൂറിനകം റിപ്പോർട്ട് ചെയ്യാനാണ് നിർദ്ദേശം. ഇത് ഇസ്രായേലിനെയും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെയും ആകെ ചൊടിപ്പിച്ചിരിക്കുകയാണ്. വിവിധ മേഖലകളിൽ ഇതിനോടകം ഹമാസ് സേനാംഗങ്ങളെ നിയമിച്ചതായാണ് വിവരം. സിവിലിയൻ വസ്ത്രം ധരിച്ചവരും ഗാസ പോലീസിൻ്റെ നീല യൂണിഫോം ധരിച്ചവരെയും ഇക്കൂട്ടത്തിൽ കാണാമെന്നാണ് BBC റിപ്പോർട്ടിലും പറയുന്നത്. അതേസമയം ഗാസ സിറ്റിയിൽ ഹമാസും പ്രാദേശിക സംഘങ്ങളുമായുള്ള ഏറ്റുമുട്ടലിൽ 27 പേർ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ജോർദാനിയൻ ആശുപത്രിക്ക് സമീപം ഹമാസ് സായുധ സേനാംഗം സായുധരായ ദോഹ്മുഷ് വംശത്തിലെ അംഗങ്ങൾക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നുവെന്നാണ് വിവരം. ഹമാസ് സേന ദോഹ്മുഷ് വംശത്തെ വളയുകയും കനത്ത വെടിവയ്പുണ്ടായതായും ഹമാസിൻ്റെ നിയന്ത്രണത്തിലുള്ള ആഭ്യന്തര മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ പറഞ്ഞു. 8 അംഗങ്ങൾ കൊല്ലപ്പെട്ടതായും ഹമാസ് അറിയിച്ചു. കഴിഞ്ഞ ദിവസം ഹമാസ് സായുധ വിഭാഗത്തിലെ ഉന്നതരെ ദോഹ്മുഷ് തോക്കുധാരികൾ കൊലപ്പെടുത്തിയതിനെ തുടർന്നാണ് സംഘർഷം ഉടലെടുത്തത്. കൊല്ലപ്പെട്ടവരിൽ ഒരാൾ ഹമാസിൻ്റെ സായുധ വിഭാഗത്തിലെ മുതിർന്ന കമാൻഡറായ ഇമാദ് അഖേലിൻ്റെ മകനും ഗ്രൂപ്പിൻ്റെ മിലിറ്ററി ഇൻ്റലിജൻസ് തലവനുമായിരുന്നു. ഇസ്രായേലിനെ കൂടുതൽ ചൊടിപ്പിക്കാൻ കാരണം ഗാസയിൽ 738 ദിവസങ്ങൾക്ക് ശേഷം ഹമാസ് തടവറയിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട ഇസ്രായേൽ ബന്ദികളിൽ പലരും തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ രൂപമാറ്റം സംഭവിച്ചാണ് പുറത്തെത്തിയത്. വളരെ വൈകാരികമായ രംഗങ്ങളാണ് ഇവരുടെ പുനഃസമാഗമത്തിൽ നടന്നത്. മരിച്ച എല്ലാ ബന്ദികളുടെയും അവശിഷ്ടങ്ങൾ എവിടെയാണെന്ന് അറിയില്ലെന്ന് ഹമാസ് സംഘം മുമ്പ് സമ്മതിച്ചിരുന്നു. തിരികെ നൽകാത്ത മൃതദേഹങ്ങൾ കണ്ടെത്തുന്നതിനായി ഇസ്രായേൽ, US, തുർക്കി, ഖത്തർ, ഈജിപ്റ്റ് എന്നീ രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ ഒരു സംയുക്ത ബഹുരാഷ്ട്ര ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടെ ഗാസയിൽ നിലവിൽ വന്ന വെടിനിർത്തൽ കരാർ ഇസ്രായേൽ ലംഘിച്ചാൽ കടുത്ത തിരിച്ചടിയുണ്ടാകുമെന്ന് യമനിലെ ഹൂതി വിമതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇസ്രായേൽ കേന്ദ്രങ്ങളും ചെങ്കടലിലെ ഇസ്രായേലുമായി ബന്ധമുള്ള കപ്പലുകളെയും ലക്ഷ്യമിടുമെന്നും ഹൂതികൾ വ്യക്തമാക്കുന്നു. ഗാസയിൽ ഉപരോധമോ ആക്രമണമോ പുനരാരംഭിച്ചാൽ വലിയ തോതിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് മുതിർന്ന ഹൂതി ഉദ്യോഗസ്ഥൻ ഹിസാം അൽ അസദ് പറഞ്ഞിട്ടുണ്ട്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മേഖല സന്ദർശിക്കുന്നതിനിടെയാണ് പ്രതികരണം. ഗാസയിൽ കടന്നാക്രമണം ആരംഭിച്ച ശേഷം 1835 മിസൈലുകളും ഡ്രോണുകളും ഇസ്രായേൽ നഗരങ്ങൾക്കും ഇസ്രായേൽ ബന്ധമുള്ള കപ്പലുകൾക്ക് നേരെ പ്രയോഗിച്ചതായി ഹൂതി നേതാവ് വ്യക്തമാക്കിയിട്ടുണ്ട്.